ഹേ ഗായ്സ്, സോ ദിസ് ഈസ് ഡേ 4. നമ്മൾ ഗോവയിൽ നൈറ്റ് എത്തിയിട്ട് റൂമിലൊക്കെ പോയി റൂമൊക്കെ സെറ്റായി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി. പിന്നെ ഞങ്ങളുടെ മിസ് എന്ന് പറയുമ്പോൾ വൈബ് ആയിരുന്നു കേട്ടോ. അങ്ങനെ സ്ട്രിക്ട്ലി നമ്മളതിനെ പിടിച്ച് വയ്ക്കാൻ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മിസ് ഞങ്ങളുടെ ആ ഒരു വൈബിനനുസരിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു. പിന്നെ മോർണിംഗ് ഒരു ഫിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി. ബീച്ചിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഗോവ പൊതുവേ രസമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. പക്ഷേ വെയിലിൻ്റെ കാര്യത്തിൽ അതാണ് നമുക്ക് മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഉള്ള എൻ്റെ ഒരു ഉപകാരം, വൺ ഓഫ് ദി ഉപകാരമാണിത്. അവിടെ നമ്മൾ സാഹസികമായിട്ടുള്ളൊരു കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്കത് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നില്ല. പിന്നെ നമുക്കിങ്ങനെ കല്ലിൻ്റെ മേലെ കൂടെ കുറേ കയറി പോകാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബോയ്സ് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ സാഹസികമായിട്ടുള്ളൊരു കാര്യം, അത് നമുക്കൊരു കുന്നിൻ്റെ മേലെ ചെരുവ് കൂടെ അങ്ങനെ ഇറങ്ങി വരണം, അങ്ങനെ സംഭവമായിരുന്നു. അതും ടാസ്ക് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബോയ്സ് നല്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. പിന്നെ റിസാല് തലയിൽ ബാക്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൈക്ക് ഞങ്ങൾ കോഴിക്കോട് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഓരോരുത്തർ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു അത് റിസാൽ തല്ലി വെച്ചിട്ട് റിസാൽ പറഞ്ഞു നെക്സ്റ്റ് പോകുന്ന സ്ഥലത്തേക്ക് ആ സാധനം ഫുള്ള് തല്ലി വെച്ചിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ അതൊന്നും വെച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ഗോവ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബീച്ചിൽ പോയി. നമ്മളെല്ലാവരും ഏകദേശം ഒപ്പം ആയിരുന്നു നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വഴി തെറ്റി പോവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറി. അവിടെ ഞങ്ങൾ ഒരു സായിപ്പിനെയും മദാമിനെയും ഞങ്ങൾ പരിചയപ്പെട്ടു. വൈബ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ അവരുടെ ഒപ്പം എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ട്രിപ്പ് കഴിയാണ്.